വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം 10-ാം സ്കന്ധം പരമശ്രേയസ അധ്യായം 16. കൃഷ്ണൻ കാളിദാസനെ ശിക്ഷിക്കുന്നു. ശ്ലോകങ്ങൾ 52 മുതൽ 55 വരെയുള്ള ശ്ലോകം. അനുഗൃഹീഷ്യ ഭഗവാൻ പ്രാണാം ത്യജതി പന്നകാം ശ്രീനാംനാം സാധുശോച്യാനാം പതിപ്രാണാപദീയതാം. അനുഗൃഹീഷ്യ ഭഗവാൻ പ്രാണാം ത്യജതി പന്നകാം ശ്രീനാംനാം സാധുശോച്യാനാം പതിപ്രാണാപദീയതാം. അനുഗൃഹീഷ്യ ഭഗവാൻ പ്രാണാം സജി പന്നകാം ശ്രീനാംനാ സാധുശോച്യാനാം പതിപ്രാണാപദീയതാം. പ്രഭു. ഹരേ കൃഷ്ണ. പദാനുപദ വിവർത്തനം. അനുഗ്രഹണീഷ്വ, കരുണ കാണിച്ചാലും, ഭഗവൻ, ഹേ പരമപുരുഷ, പ്രാണങ്ങളെ, ത്യജതി, ഉപേക്ഷിക്കുന്നു, പന്നക, സർപ്പം, സ്ത്രീകൾക്ക്, ഞങ്ങളുടെ, സാധുശോച്യാന, സജ്ജനങ്ങൾക്കു ഭയം തോന്നുന്ന, പതി, ഭർത്താവ്, പ്രാണ, ജീവൻ, പ്രതീയത, മടക്കി കൊടുക്കേണ്ടതാണ്. വിവർത്തനം. ശീല പ്രഭുപാദ് കി ജയ്. ഹേ പരമപുരുഷ, ദയ കാട്ടണമേ. പുണ്യാത്മാക്കളായ സജ്ജനങ്ങൾക്ക് ഞങ്ങളെപ്പോലുള്ള സ്ത്രീജനങ്ങളോട് ദയ തോന്നുന്നത് ഉചിതം തന്നെ. ഈ സർപ്പം ജീവൻ വെടിയാറായിരിക്കുകയാണ്. ഞങ്ങളുടെ ജീവനും ആത്മാവുമായ ഞങ്ങളുടെ ഭർത്താവിനെ ഞങ്ങൾക്ക് തിരിച്ചു തരയണമേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. 53. വിദേഹി കിം കിങ്കരീണാം അനുഷ്ഠേയാം തവാജ്ഞയാം ശ്രദ്ധയാനുതിഷ്ഠൻ വേ മുച്യതേ സർവതോ ഭയാം. വിദേഹി തേ കിങ്കരീണാം അനുഷ്ഠേയം തവാജ്ഞയാം യശ്രദ്ധയാ അനുതിഷ്ഠൻ വൈ മുച്യതേ സർവതോ ഭയാം. വിധേഹി തേ കിങ്കരീണാം അനുഷ്ഠേയം തവാജ്ഞയാം യശ്രദ്ധയാ അനുതിഷ്ഠൻ വൈ മുച്യതേ സർവതോ ഭയാം. ജയമാജി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. പദാനുപദാർത്ഥം. വിദേഹി, കൽപ്പിച്ചാലും, തേ, നിന്തിരുവടിയുടെ, കിങ്കരീണാം, ദാസികളാൽ, അനുഷ്ഠേയം, അനുഷ്ഠിക്കേണ്ടത്, തവ, അങ്ങയുടെ, ആജ്ഞയ, കൽപ്പന കൊണ്ട്, യത്, ഏതൊന്നിനെ, ശ്രദ്ധയാ, വിശ്വാസത്തോടെ, അനുതിഷ്ഠൻ, ചെയ്യുന്നവൻ, വൈ, തീർച്ചയായും, മുച്യതേ, മോചിതനാകുന്നു, സർവദാ, എല്ലാറ്റിൽ നിന്നും, ഭയാത്, ഭയത്തിൽ നിന്നും. വിവർത്തനം. ശ്രീല പ്രഭുപാദ് കി ജയ്. അങ്ങയുടെ ദാസികളായ ഞങ്ങളോട് എന്താണ് ചെയ്യേണ്ടതെന്ന് കൽപ്പിച്ചാലും വിശ്വാസപൂർവം അങ്ങയുടെ ആജ്ഞയനുസരിക്കുന്നവർ തീർച്ചയായും ഭയങ്ങളിൽ നിന്ന് മോചിതരാകുന്നു. ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദ് കി ജയ്. കാളിയന്റെ പത്നിമാർ പൂർണ്ണമായും ശരണാഗതി പ്രാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതോടെ കൃഷ്ണ ഭഗവാൻ തുടർന്നു വരുന്ന ശ്ലോകങ്ങളിൽ പറയും വിധം അവരെ അനുഗ്രഹിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 54. ശ്രീശുഗോവാച. ഇത്തം സ നാഗപത്നീഭിർ ഭഗവാൻ സമഭിഷ്ടുതാം മൂർച്ഛിതാം ഭഗ്നശിരസാം വിസസർജാഗ്നിം കുടാനഹി. ശ്രീശുഗോവാച. ഇത്തം സ നാഗപത്നീഭിർ ഭഗവാൻ സമഭിഷ്ടുതാം മൂർച്ഛിതം ഭഗ്നശിരസം വിസർജാഗ്നി കുട്ടനൈഃ. ശ്രീശുഗോവാച. ഇത്തം സ നാഗപത്നീഭിർ ഭഗവാൻ സമഭിഷ്ടുതാം മൂർച്ഛിതാം ഭഗ്നശിരസാം വിസസർജാഗ്നി കുട്ടനൈഃ. ഹരേ കൃഷ്ണ. ഗീതമാജി. ഏതാ ശ്ലോകം? 54. ഹരേ കൃഷ്ണ.
ശ്രീശുക ഉവാച. ശ്രീ ശുകദേവ ഗോസ്വാമി പറഞ്ഞു, ഇത്തം ഇപ്രകാരം സാ അദ്ദേഹം ശ്രീകൃഷ്ണൻ നാഗപത്നീഭി കാളിയന്റെ പത്നിമാരാൽ ഭഗവാൻ പരമദിവ്യോത്തം പുരുഷൻ സമവിഷ്ടുത നന്നായി സ്തുതിക്കപ്പെട്ട മൂർച്ഛിതം മോഹാലസ്യപ്പെട്ടവനും ഭഗ്ന ശിരസം മുറിഞ്ഞ തലകളോട് കൂടിയവനും വിസർജ അയച്ചു അംഗ്രി കുട്ടനായി പാദപ്രഹരങ്ങളാൽ. വിവർത്തനം. ശ്രീ ശുകദേവ ഗോസ്വാമി പറഞ്ഞു, നാഗപത്നിമാരാൽ ഇങ്ങനെ സ്തുതിക്കപ്പെട്ട പരമദിവ്യോത്തം പുരുഷൻ തന്റെ താണ്ഡവത്തിനാൽ മോഹലസ്യപ്പെട്ടും പത്തികൾ മുറിഞ്ഞുമിരിക്കുന്ന കാളിയനെ മോചിപ്പിച്ചു. ഭാവാർത്ഥം. ശില ഭക്തിവേദാന്ത സ്വാമി ശില പ്രഭുപാദ് മഹാരാജ് കി ജയ്. കൃഷ്ണ ഭഗവാൻ ഒരു തീരുമാനത്തിലെത്തിയ ഉടൻ കാളിയന്റെ പത്തികളിൽ നിന്നെടുത്തു ചാടി കാളിയന്റെയും അവന്റെ പത്നിമാരുടെയും മുന്നിൽ നിന്നു എന്ന് ശ്രീല വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂർ പറയുന്നു. ഈ ലീലകളൊക്കെ ചെയ്യുന്ന കാലത്ത് കൃഷ്ണ ഭഗവാൻ വൃന്ദാവനത്തിലെ വെറുമൊരു ഗ്രാമീണ ബാലനായിരുന്നു എന്ന് നാം ഓർക്കണം. ഹരേ കൃഷ്ണ. 55 ശ്ലോകം മുതൽ. പ്രതിലബ്ധേന്ദ്രിയ പ്രാണ കാളിയാം ശനകേ ഹരിം കൃച്ഛ്രാ സമുച്ഛ്വസന്ദീന കൃഷ്ണം പ്രാഹ കൃതാഞ്ജലി. പ്രതിലബ്ധേന്ദ്രിയ പ്രാണാം കാളിയാം ശനകൈ ഹരിം കൃച്ഛ്രാ സമുച്ഛ്വസന്ദീനാം കൃഷ്ണം പ്രാഹ കൃതാഞ്ജലി. പ്രതിലബ്ധേന്ദ്രിയ പ്രാണാം കാളിയാ ശനകൈ ഹരിം കൃച്ഛ്രാ സമുച്ഛ്വസന്ദീനാം കൃഷ്ണം പ്രാഹ കൃതാഞ്ജലി. രമണിമാജി. ഹരേ കൃഷ്ണ പ്രഭു. പദാനുപദാർത്ഥം. പ്രതിലബ്ധ തിരിച്ചു കിട്ടിയ, ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനം, പ്രാണഹ പ്രാണൻ, കാളിയഹ കാളിയൻ, ശനകൈഹി ക്രമേണ ഇല്ലേ, ഹരി പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനോട് കൃച്ഛ്ര പ്രയാസപ്പെട്ട്, സമുച്ഛ്വസൻ ഉറക്കെ ശ്വാസമിട്ട്, ദീനഹ ദയനീയനായ ശ്രീകൃഷ്ണ ഭഗവാനോട് പ്രാഹ പറഞ്ഞു, കൃതാഞ്ജലി കൈകൂപ്പി വിനയത്തോടെ. വിവർത്തനം. ശ്രീ ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് മഹാരാജ് കി ജയ്. കാളിയൻ ക്രമേണ തന്റെ പ്രാണനും ഇന്ദ്രിയ ശക്തിയും വീണ്ടെടുത്തു. എന്നിട്ട് കഠിന വേദനയോടെ ഉച്ചത്തിൽ ശ്വസിച്ചുകൊണ്ട് കൈകൂപ്പി വിനയത്തോടെ ശ്രീകൃഷ്ണനോട് ഇങ്ങനെ പറഞ്ഞു. ഹരേ കൃഷ്ണ. ഓം ജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരോൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതി നാമിനെ. ശ്രീവാഷഭാനവി ദേവി ദൈത്യായ കൃപാബ്ദയേ കൃഷ്ണസംബന്ധ വിജ്ഞാനദായിനേ പ്രഭവേ നമാം. മാധുര്യോജല പ്രേമാഢ്യാ രൂപാനുഗാ ഭക്തിദാ ഗൗരശക്തി വിഗ്രഹായ നമസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തയേ ദീനതാരിണേ രൂപാനുഗാ വിരുധാപസിദ്ധാന്ത ദ്വന്ദ്വഹാരിണേ. നമോ ഗൗരകിശോരായ സാക്ഷാൽ വൈരാഗ്യമൂർത്തയേ വിപ്രലംബരസാംബോധേ പാദാംബുജേ തേ നമഃ. നമ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനേ ഗൗരശക്തിസ്വരൂപായ രൂപാനുഗാവരായതേ. ഗൗരാവിർഭവഭൂമേസ്ത്വം നിർദ്ദിഷ്ടാ സജ്ജനപ്രിയാ വൈഷ്ണവ സാർവഭൗമോ ശ്രീ ജഗന്നാഥായ തേ നമഃ. ശ്രീരൂപ സനാതന ഭട്ട രഘുനാഥ ശ്രീജീവ ഗോപാല ഭട്ട ദാസ രഘുനാഥ ഏച്ചായ ഘോഷായകരിചരൺ ബന്ധൻ ജഹാ മോത്തെ വിഘ്നാനാസ് അഭീഷ്ടപൂരൻ. വാഞ്ചാ കൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച
പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമ മഹാവദന്യായ കൃഷ്ണ പ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണ ചൈതന്യനാംനേ ഗൗരത്തുഷേ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണ ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ഗജഗൽപദേ ഗോപേശ ഗോപികാ കാന്ത രാധാ കാന്ത നമസ്തുതേ. ജയതാം സിരദോ പങ്കോർമമ മന്ദമതേർഗതീർ മത്സർവസ്വമദാംബോജോ രാധാ മദനമോഹനോ. ദിവ്യാവൃന്ദാരണ്യകൽപതിമതാം ശ്രീമദ് നാഗരസിംഹാസനസ്ഥോ ശ്രീമദ് രാധാ ശീലഗോവിന്ദദൈവോപേഷ്ഠാലിഭിः സേവ്യമാനോ സ്മരാമി. ശ്രീമൻ രാസരസാരംഭിമം ശ്രീവടതലസ്ഥിതഃ കർഷൻ വേണുസ്വനൈർഗോപീ ഗോപിനാഥ ശ്രീർനാം. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരീ ഋഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം രാം ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാം രാം ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാം രാം ഹരേ ഹരേ. അനുഗൃഹീഷ്വ ഭഗവാൻ പ്രണാംശ്ചതി പന്നഗാം സ്ത്രീണാം ന സാധുശോച്യാനാം പ്രതിപ്രാണ പ്രദീയതാം. O Supreme Lord, please be merciful. It is proper for the saintly to feel compassion for women like us. This serpent is about to give up his life. Please give back our husband, who is our life and soul. Hare Krishna. ഭാഗവത്മാരുടെ സ്തുതി ഭഗവാന്റെ വിവിധ ലീലകളെ, വിവിധ ഗുണങ്ങളെക്കുറിച്ചും വിവിധ ലീലകളെക്കുറിച്ചും, ഗുണങ്ങളെക്കുറിച്ചാണ് കൂടുതൽ, ലീലകളെ പറ്റി അവിടെ പരാമർശിക്കുന്നില്ല. ഗുണങ്ങളാണ് പ്രധാനമായിട്ട് പറയുന്നത്. ഭഗവാന്റെ എക്സിസ്റ്റൻസ്, ഭഗവാൻ ഉണ്ട് എന്ന് നമ്മളെങ്ങനെ വിശ്വസിക്കും? Can be inferred from the necessity for a creator. ഒരു സൃഷ്ടി ഇവിടെ നടന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നമ്മുടെ റാഷണൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച്, രണ്ട് തരം ഇൻ്റലിജൻസ് ഉണ്ട്. ഭൗതിക തലത്തിൽ നിന്ന് നോക്കുമ്പോൾ റാഷണൽ ഇൻ്റലിജൻസ്, യുക്തിസാധമായ യുക്തബുദ്ധി, യുക്തി, അല്ലെങ്കിൽ നമ്മൾ യുക്തി ഉപയോഗിച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. അത് റാഷണൽ ഇൻ്റലിജൻസ് ആണ് പറയും. അതേസമയത്ത് ആത്മീയമായ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അതിന് സബ്ലൈം ഇൻ്റലിജൻസ് വേണ്ടി വരും. സാധാരണ ഇൻ്റലിജൻസ് പോരാ, വളരെ സൂക്ഷ്മതലത്തിലുള്ള ബുദ്ധി വേണ്ടി വരും. അപ്പോൾ പക്ഷെ തുടക്കം നമ്മൾ ഭഗവാൻ എക്സിസ്റ്റ് ചെയ്യണു, ഭഗവാൻ ഉണ്ട് എന്ന് വിശ്വസിക്കണമെങ്കിൽ നമ്മുടെ യുക്തി ഉപയോഗിക്കേണ്ടി വരും. യുക്തി എന്താണ്? എന്തുകൊണ്ട് ക്രിയേഷൻ ഇല്ലെങ്കിൽ പിന്നെ എന്താണ് ഇവിടെ നടന്നിട്ടുള്ളത്? എന്തുകൊണ്ട് ഇവിടെ പ്രപഞ്ചങ്ങൾ വന്നു? എന്തുകൊണ്ട് ഇവിടെ ലൈഫെല്ലാം വന്നു? ഈ ജീവൻ എവിടെ നിലനിന്നു? നമ്മൾ ആരാണ്? ഇത് കാര്യങ്ങൾ നോക്കുമ്പോൾ ഈ പ്രപഞ്ചം നിലനിൽക്കാൻ രണ്ട് കാരണം ഉണ്ടാവാം. ഒന്ന്, ഈ തന്നെത്താൻ വന്നായിരിക്കാം. മെറ്റീരിയൽ ഫിലോസഫേഴ്സ്, സയൻറ്റിസ്റ്റ്, ഇവരെല്ലാം വിശ്വസിക്കുന്നത് ഇത് തന്നെത്താൻ വന്നു ചേർന്നു. പ്രകൃതിയിൽ നിന്നാണ് എല്ലാം വന്നു. പ്രകൃതിയാണ് മൂല കാരണം. പ്രകൃതിയിൽ നിന്ന് എല്ലാം വന്നു. പ്രകൃതി ഉണ്ടായത് തന്നെത്താൻ വന്നതാണ്. ഒരു സ്ഫോടനം വഴി വന്നു, അങ്ങനെ പ്രകൃതി വന്നു. പ്രകൃതിയിൽ സാധാരണ ഇത് വന്നു. പ്രകൃതിയിൽ നിന്ന് ഉത്ഭവിച്ചാണ്. ഈ പ്രകൃതിയിൽ കാണുന്ന എല്ലാ സൃഷ്ടിയും പ്രകൃതിയിൽ തന്നെ ഉത്ഭവിച്ചാണ്. പ്രകൃതി അല്ലാതെ വേറൊരു കാരണമില്ല എന്ന്
ചില ഫിലോസഫേഴ്സ്, ചില മെറ്റീരിയൽ ഫിലോസഫേഴ്സ്, സാഖ്യാക്കന്മാരും സാഖ്യ യോഗം ചെയ്യുന്ന ആൾക്കാരും, അവരും സയൻറ്റിസ്റ്റ് എല്ലാം ശാസ്ത്രജ്ഞന്മാരും ഭൗതികശാസ്ത്രജ്ഞന്മാരും, നമ്മളതിന് നെറ്റ് സയൻസ് എന്ന് പറയുന്നു, അവരും വിശ്വസിക്കുന്നത് അതാണ്. അതേസമയത്ത് ഇത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഒരു കാരണമില്ലാതെ ഒന്നും ഇവിടെ നിലനിൽക്കില്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ, നമ്മൾ റാഷണൽ കാരണം എന്തിനും കാരണം തന്നെ തല്ലാണ് ഒന്നെങ്കിലും ഉണ്ടാവില്ല എന്നുള്ളത് യുക്തിയാണത്. അപ്പോൾ ഇതിനുള്ള പിന്നിൽ ഒരു കാരണമുണ്ട്. ഈ കാരണമുണ്ടെങ്കിൽ അതിനുള്ള ഈ പ്രവർത്തനം നടത്തുന്നുണ്ടെങ്കിൽ അത്രയും വലിയ ഇത്രയും ബൃഹത്തായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു കോസ്മിക് മാനിഫെസ്റ്റേഷൻ ഇവിടെ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു ഇൻ്റലിജൻസ് ഉണ്ട്, ഒരു ബുദ്ധിയുണ്ട്. ബുദ്ധി ഉണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരു ബുദ്ധിമാനുണ്ട്. അങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റർ എന്നുള്ള ഈശ്വര ക്രിയേറ്റർ എന്നുള്ള ആ വിശ്വാസത്തിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പോൾ നമ്മൾ അതുവഴി മനസ്സിലാക്കുന്ന ക്രിയേറ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള അന്വേഷണം നടത്തുമ്പോഴാണ് അതിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വേദങ്ങളും ഉപനിഷത്തുകളും അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളും പുതിയ നമ്മൾ ആത്മീയ ഗ്രന്ഥങ്ങൾ എന്ന് പറയും, അതിലേക്ക് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ പഠിപ്പ് പൂർണ്ണമായി നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുവരണം. നമ്മുടെ സിൻസിയറിറ്റി അനുസരിച്ചാണെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റും. പടിപടിയായിട്ട് വന്ന് അത് സൃഷ്ടാവ് എന്നുള്ള ഭഗവാനാണ്. ഈ ഭഗവാൻ വേദങ്ങൾ പരാമർശിക്കുന്നത് ശ്രീകൃഷ്ണൻ തന്നെയാണ്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൃഷ്ണൻ ഉറച്ചു. അപ്പോൾ കൃഷ്ണൻ എന്തുകൊണ്ട് സൃഷ്ടി നടത്തുന്നു? ഇവിടെ രണ്ടു തരം എനർജി ഉപയോഗിച്ചാണ് സുപ്പീരിയൻസി പരാപര എന്ന് വെച്ചാൽ നമുക്ക് പറയാം. പര അവര അല്ലെങ്കിൽ പര അപര എന്ന് പറയാം. ആ രണ്ട് തരത്തിലുള്ള ശക്തികൾ ഉപയോഗിച്ച് ഒരു സൃഷ്ടി നടത്തുന്നു. സൃഷ്ടി നടത്തിയാലും ശ്രീ ഭഗവാൻ സൃഷ്ടിയിൽ വരുന്നില്ല എന്ന് ക്ലിയറായിട്ട് മനസ്സിലാക്കി. അപ്പോൾ ഈ പറഞ്ഞ ഭൗതിക പ്രപഞ്ചം മുഴുവൻ നിൽക്കുന്ന താൽക്കാലികമായിട്ട് ഭൗതിക പ്രപഞ്ചം മുഴുവൻ ഭഗവാന്റെ തന്നെയാണ്. അതിനുവേണ്ടി നമുക്ക് ഇല്യൂഷൻ എന്ന് പറയാൻ പറ്റും. ഇല്യൂഷൻ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭൗതിക പ്രപഞ്ചമാണ് തങ്ങളുടെ ലോകം അല്ലെങ്കിൽ തങ്ങളുടെ വാസസ്ഥലം എന്ന് വിശ്വസിക്കുമ്പോൾ അത് ഇല്യൂഷനായി മാറി. ഭൗതിക പ്രപഞ്ചം ആസ് സച്ച് ഇല്യൂഷൻ അല്ല, അല്ലെങ്കിൽ അത് അൺറിയൽ അല്ല. പക്ഷേ ഈ ഭൗതിക പ്രപഞ്ചം തൻ്റെ വാസസ്ഥലമാണ്, തൻ്റെ വാസസ്ഥലം ഈ ഭൗതിക ലോകങ്ങളാണ് എന്ന് പറയുമ്പോഴാണ് അത് ഇല്യൂഷനായിട്ട് മാറാം. അപ്പോൾ ഇത് ആ ഇല്യൂഷനെപ്പെട്ട് ജീവാത്മാവ് ഇവിടെ തങ്ങുമ്പോൾ അതിൻ്റെ വിറ്റ്നസ്സായിട്ട്, അതിൻ്റെ സാക്ഷിയായിട്ട് ഭഗവാൻ തന്നെ നിൽക്കണം. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പരമാത്മാവായിട്ട് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു മനസ്സിലാക്കാം. അപ്പം അങ്ങ് തന്നെയാണ് ഇതിൻ്റെ എല്ലാ സർവ്വകാരണവും. അതിൻ്റെ മാനിഫെസ്റ്റേഷൻ നടത്തുന്നു അങ്ങ് തന്നെയാണ്. ഇതിൻ്റെ അധ്യക്ഷത നടത്തുന്നു അങ്ങ് തന്നെയാണ്. അത് അങ്ങ് സൃഷ്ടി നടത്തുന്നത് ഈ പറഞ്ഞ 3 ഗുണങ്ങളെ ഉണർത്തിക്കൊണ്ടാണ്. മഹത്വത്വം വഴി, അഹങ്കാരം വഴി, അങ്ങനെ 3 ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടെയാണ് ഈ സൃഷ്ടി മുഴുവൻ നടത്തുന്നത് എന്ന് മനസ്സിലാക്കിയ ശേഷം ഈ സകല സൃഷ്ടിയോടുള്ള സമീപനം ഭഗവാൻ ഉദാസീനമായിട്ട് നിൽക്കുന്നു. ഭഗവാൻ ഉദാസീന നേരത്തെ പറഞ്ഞ സാക്ഷിയായിട്ട് നിൽക്കുന്നു. എന്നിരുന്നാലും ശ്രീ സത്വഗുണത്തിലിരിക്കുന്ന ആൾക്കാർ, സാത്വികരായിട്ടുള്ള ആൾക്കാർ, സാത്വതാം പതിയായതുകൊണ്ട്, സാത്വഗുണത്തിലുള്ള ആൾക്കാർ ഭഗവാന്റെ ഭക്തന്മാരായതുകൊണ്ട് അവരോട് ഒരു പ്രത്യേകത മമത കൃഷ്ണനുണ്ട്. കാരണം അവർ ഭഗവാന്റെ നിർദ്ദേശം മനസ്സിലാക്കിക്കൊണ്ട്, ശാസ്ത്രങ്ങൾ വഴി മനസ്സിലാക്കി, നമ്മൾ 17-ാം അധ്യായത്തിൽ പഠിച്ചു കഴിഞ്ഞത് അതനുസരിച്ച് ഭഗവാനെ ആരാധിച്ച് ഇവിടെ കഴിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് സത്വഗുണത്തിലുള്ള ഭക്തന്മാരാണ്. സാത്വത ഭക്തന്മാരാണ്. സാത്വതാം പതി എന്ന് പറയുമ്പോൾ ഈ സത്വഗുണങ്ങളാണ് ഭർത്താവ് അല്ലെങ്കിൽ പ്രൊട്ടക്ടർ, സംരക്ഷകൻ. അപ്പോൾ കൃഷ്ണൻ ഇവരുടെ സംരക്ഷണമാണ്. സാധുജനം എന്ന് പറയാം അവരെ. സാധുജനം എന്ന് ഭഗവത്ഗീതയിൽ പറയും, പരിത്രാണായ സാധുനാം. അപ്പോൾ ഇവരെ സംരക്ഷിക്കുക എന്നുള്ളത് ഭഗവാൻ തൻ്റെ പരമ കടമയായിട്ട് ഇവിടെ കണക്കാക്കണം. ഇത് മനസ്സിലാക്കാതെ, സൃഷ്ടിയുടെ ഉദ്ദേശം മനസ്സിലാക്കാതെ, ഭഗവാന്റെ സംരക്ഷണത്തിലാണ് വിളിക്കുന്ന ഭക്തന്മാരെല്ലാം മനസ്സിലാക്കാതെ, തൻ്റെ ആ വിഷം നിറഞ്ഞ മനസ്സും വിഷം നിറഞ്ഞ ശരീരത്തിലും കൊണ്ട് അഹങ്കാരിയായി നിന്ന കളിയൻ ഇതിനെ അവഗണിച്ച ഭഗവാന്റെ നിർദ്ദേശവും ഭഗവാന്റെ ഇംഗിതങ്ങൾക്കും മനസ്സിലാക്കി മാറ്റിയിട്ട് തള്ളിക്കളഞ്ഞ് ഈ ഭക്തന്മാരുടെ നേരെ അക്രമം അടിച്ചു വീഴണം. വൃന്ദാവനത്തിരിക്കുന്ന മരങ്ങളും ഒക്കെയും ഭക്തന്മാരുടെ ഭഗവാന്റെ മരങ്ങൾ, മൃഗങ്ങൾ, പശുക്കൾ, ഇവരെല്ലാം തൻ്റെ ഉഗ്രമായ വിഷം കൊണ്ട്
ധ്വംസിക്കുന്നു കാളിയൻ. അപ്പോൾ കൃഷ്ണൻ ആക്ഷൻ എടുക്കുകയാണ്. അത് നമ്മൾ കണ്ടു. അതിനുള്ളിൽ കയറി കാളിയനെ തലയിൽ ചവിട്ടി നൃത്തം ചെയ്ത് ഓരോ ശിരസും, ആയിരക്കണക്കിനുള്ള ശിരസുണ്ട്, എല്ലാം ചവിട്ടി ചതച്ചു കൃഷ്ണൻ. അപ്പോൾ പത്നിമാർ വരുന്നു. പത്നിമാർ വന്നിട്ട് ഈ പറഞ്ഞ സ്തുതിയെല്ലാം ചെയ്തതിനു ശേഷം പത്നിമാർ പറഞ്ഞു, ഇത് അപരാധം പറ്റിപ്പോയതാണ്, അങ്ങയുടെ തന്നെ സൃഷ്ടിയാണല്ലോ കാളിയൻ, അപ്പോൾ അതുകൊണ്ട് അങ്ങയുടെ കുട്ടിയായിട്ട് തന്നെ കണക്കാക്കണം. അപ്പോൾ ഇവൻ അറിയാണ്ട് ചെയ്ത വിഡ്ഢിത്തരമാണ്, അതുകൊണ്ട് അങ്ങ് പൊറുക്കണം, അവനോട് മാപ്പ് കൊടുക്കണം. ആ മാപ്പ് അർഹിക്കുന്നുണ്ട്, അതുകൊണ്ട് മാപ്പ് കൊടുക്കണം. അപ്പോൾ ഈ ശ്ലോകം അനുഗ്രഹിക്കണം, പ്ലീസ് ബി മേഴ്സിഫുൾ എന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങേപ്പോലത്തെ ആൾക്കാർക്ക് ഞങ്ങൾ സ്ത്രീകളാണ്, ഞങ്ങളെ അനുഗ്രഹിക്കണം. ഇവൻ മൃതപ്രാതനായി കഴിഞ്ഞു, ഇപ്പം ജീവൻ പോകും എന്നല്ല, അത്രയും അവശനായിട്ട് ആകെ കുഴഞ്ഞ് വല്ലാണ്ട് രീതിയിലിരിക്കുകയാണ് കാളിയൻ. ഇപ്പം പോവും ജീവൻ എന്ന് നല്ല നിൽക്കുകയാണ്. ആ ജീവനെ വിട്ടുകൊടുക്കണം, കാരണം ഞങ്ങളുടെ ഇപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ട് മാറിയിരിക്കുകയാണ് ഈ കാളിയൻ എന്ന് നാഗപത്നിമാരെ ഭഗവാനോട് പറയാണ്. അപ്പോൾ കാളിയൻ കൃഷ്ണനാളെ ഞാൻ കാളിയൻ്റെ അസുഖം മുഴുവൻ മനസ്സിലാക്കി. അവന് വിഷം നിറഞ്ഞാണ് അവൻ്റെ ശരീരം. അവന് സാധുജനം കൊണ്ട് കടുത്ത അസൂയുണ്ട്. അതുകൊണ്ട് ആ അസൂയ മാറ്റാനാണ് ഞാൻ എൻ്റെ തലയിൽ ചവിട്ടി നൃത്തമാടിയത്. അപ്പോൾ ഒരുമാതിരി എല്ലാ വിഷവും പുറത്ത് വന്നു കഴിഞ്ഞു. ഇനി കുറച്ച് ബാക്കിയുണ്ട്, ഒരു 8-9 പ്രാവശ്യം ചവിട്ടി കഴിഞ്ഞാൽ ശരിയായിക്കൊള്ളും, മുഴുവൻ പുറത്തു വരും. അപ്പോൾ അയ്യോ ഭഗവാനെ, ശരിയാണ്, അങ്ങ് ചവിട്ടുന്ന കൃപ തന്നെയാണ്, പക്ഷെ ഇനി ചവിട്ടിക്കഴിഞ്ഞാൽ അവൻ ജീവൻ കിട്ടില്ല, അവൻ ഇല്ലാണ്ടേ, അവൻ മരിച്ചു പോവാൻ, ഇനി ചവിട്ടരുതേ, വിഷം വന്നു. ആ ശരീരം പോയിക്കാൻ നല്ലതല്ലേ, ഈ എന്താ പറയുക, ക്രൂരമായിട്ടുള്ള അസൂയ നിറഞ്ഞിട്ടുള്ള വിഷം നിറഞ്ഞിട്ടുള്ള ശരീരം അത് ഉപേക്ഷിച്ചിട്ട് എൻ്റെ ഒരു ഭക്തൻ്റെ ശരീരം എടുക്കലേ നല്ലത്. ഇതെല്ലാം വിശ്വാസപ്രതിയുടെ ഇതാണ്, അതല്ലേ നല്ലത്. ഒരു നല്ല ഭക്തൻ്റെ സാത്വികമായിട്ടുള്ള ശരീരം എടുത്തുകൊണ്ട് എന്നിട്ട് അതിലെ എന്നെ ആരാധിക്കലേ, അതെല്ലാം നല്ല. അപ്പോൾ ഈ ശരീരം പൊക്കോട്ടെ. അപ്പോൾ അയ്യോ കൃഷ്ണ, അങ്ങനെയല്ല, ഈ ശരീരം പോയി കഴിഞ്ഞാൽ ഞങ്ങൾ സുന്ദരിമാരാണ്. അപ്പോൾ വേറൊരു ക്രൂരമായിട്ടുള്ള ഒരു സർപ്പം വന്ന്, അതാണുള്ള രീതി മൃഗങ്ങളുടെ, ക്രൂരമായിട്ടുള്ള ശക്തനായിട്ടുള്ള ഒരു സർപ്പം വന്ന് ഞങ്ങളെ നിർബന്ധപൂർവം അയാളുടെ ഭാര്യയായിട്ട് മാറ്റും, എന്നിട്ട് ഞങ്ങളെ ആസ്വദിക്കുക അയാൾ. അതുള്ള ഗതികേട്. അതുകൊണ്ടാണ് അങ്ങ് സ്ത്രീകളോട് കരുണ കാണിക്കണം, ഞങ്ങൾ സുന്ദരികളായ സ്ത്രീകളാണ്, അതുകൊണ്ട് അങ്ങ് ഞങ്ങളോട് കൃപ കാണിക്കണം. മാത്രമല്ല, ഇതിപ്പോൾ കാളിയൻ എന്നുള്ള വൈഷ്ണവനെ മാറിക്കഴിഞ്ഞു, അതുകൊണ്ട് വൈഷ്ണവനുള്ള ആയതുകൊണ്ട് ഞങ്ങൾക്ക് കാളിയനോട് അടുപ്പമുണ്ട്, സ്നേഹമുണ്ട്, അതാണ് ഞങ്ങളുടെ ഏറ്റവും ജീവനാണ് പറഞ്ഞത്. അതുകൊണ്ട് മനസ്സിലാക്കി കാളിയൻ വൈഷ്ണവനാണെന്ന് ഇത് മനസ്സിലാക്കിക്കൊണ്ടും ഞങ്ങൾ സുന്ദരിയായ സ്ത്രീകൾ വളരെയധികം ബുദ്ധിമുട്ടും, കാളിയനില്ലെങ്കിൽ ഞങ്ങളെ നിർബന്ധപൂർവം ഒരു വേറൊരു നാഗം, ഒരു സർപ്പം വന്ന് ഞങ്ങളെ കീഴടക്കും. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട്, ഇതെല്ലാം അറിയുന്ന അങ്ങ് ദയവായിട്ട് കാളിയനെ വിട്ടുതരണം, കാളിയനെ ശിക്ഷിക്കരുത്, ഈ ശിക്ഷ മതിയായവന്, അവനെ കൊല്ലരുത്, വിട്ടുവരണം എന്ന് പറഞ്ഞു. ഭഗവാനെ അത് വിട്ടു തന്നാൽ മാത്രം ഞങ്ങൾ എന്താ ചെയ്യാൻ പോണം? വിദേഹീയത്തെ കിങ്കരീണാം അനുഷ്ഠേയം തവാജ്ഞയാം യശ്രദ്ധയാനുദിഷ്ടൻ വൈ മുച്യതേ സർവതോഭയാം. Now please tell us, your maid servants, what we should do. Certainly anyone who faithfully executes your order is automatically free from all fear. വിദേഹി ഞങ്ങളെ ഞങ്ങളെ ഉത്തരവിട്ടു, ഞങ്ങളെ ആജ്ഞാപിക്കൂ. വിദേഹി, എന്നെ ആജ്ഞാപിക്കും, ഞങ്ങളെ ആജ്ഞാപിക്കൂ. ഞങ്ങൾ എന്തിനും തയ്യാറാണ്. അങ്ങയുടെ ആജ്ഞ എന്താണോ അത് ശിരസിൽ വഹിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. കൃഷ്ണൻ ചോദിക്കുന്നുണ്ട്, ശരി, ഞാൻ വിട്ടുതരാം, കാളിയനെ ഞാൻ വിട്ടുതരാം, കാളിയനെ ശരി ഞാൻ വിട്ടുതരാം, ജീവൻ ഞാൻ വിട്ടുതരാം, പക്ഷേ ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾ കേൾക്കേണ്ടി വരും, എൻ്റെ ആജ്ഞ നിങ്ങൾ സ്വീകരിക്കണം. ഒരു സംശയമില്ല, ഞങ്ങൾക്ക് ഒരു സന്തോഷമേ ഉള്ളൂ. അങ്ങയുടെ ആജ്ഞ സ്വീകരിക്കുക, അങ്ങയുടെ ആജ്ഞാപ്രകാരം നിർദ്ദേശം പരിപാലിക്കുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആനന്ദമായിട്ടുള്ള കാര്യമാണ്. അങ്ങ് ഒന്ന് ആജ്ഞാപിച്ചാൽ മതി, ഞങ്ങൾ എന്തും ചെയ്യാൻ തയ്യാറാണ്.
കാരണം അങ്ങയുടെ ആജ്ഞ നിറവേറ്റി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് യാതൊരു ഭയവുമില്ല. സകല ഭയന്നും ഞങ്ങൾ രക്ഷപ്പെടും. ഭയം ദ്വിതീയ അഭിനിവേശസ്യ. ഭയം എന്നുള്ളത് ശരീരത്തിലുള്ള ആസക്തി കൊണ്ട് ഒന്നാണ്. അതെന്തുകൊണ്ട് വന്നു? അങ്ങയെ മറന്നുകൊണ്ട് നമ്മൾ ഈ ഭൗതികമായ ഉൽപ്പന്നമാണ് എന്ന് വിചാരിച്ച് നമ്മളിതെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങനെ നമുക്ക് ശരീരത്തിനോടുള്ള അറ്റാച്ച്മെന്റ് വർദ്ധിച്ചു. ഇനി അതൊന്ന് പുറത്തു വരണമെങ്കിൽ അങ്ങയെ ആരാധിക്കാനേ വേണ്ടി. അത് അങ്ങയെ ആരാധിക്കാനായിട്ട് അങ്ങയെ മുഴുവൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ആത്മീയ ഗുരുക്കളുണ്ട്. അപ്പോൾ ആത്മീയ ഗുരുക്കളുടെ ആജ്ഞപ്രകാരം അല്ലെങ്കിൽ നിർദ്ദേശപ്രകാരം അങ്ങയെ അനുസരിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങ് എന്ത് പറഞ്ഞാലും ശരി, അങ്ങ് നേരിട്ട് പറഞ്ഞാലും ശരി, അങ്ങയുടെ ഉത്തമമായിട്ടുള്ള അധികാരിയുടെ വഴിയാണെങ്കിൽ ശരി, ഞങ്ങൾ അങ്ങയുടെ വാക്കുകൾ അക്ഷരം പ്രതി അനുസരിക്കാൻ തയ്യാറാണ്. അതാണ് ശരിയായിട്ടുള്ള ഭക്തൻ. ശരിയായിട്ടുള്ള ഭക്തൻ ഭഗവാന്റെ അല്ലെങ്കിൽ ആത്മീയ ഗുരുവിൻ്റെ ആജ്ഞകൾ അക്ഷരം പ്രതി അനുസരിക്കണം. അതല്ലാതെ നമ്മുടെ ഇൻ്റർപ്രിട്ടേഷൻ വഴി, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയത്തോളം വഴി, അല്ലെങ്കിൽ നമ്മളുടെ വേറെ തരത്തിലുള്ള മനസ്സിലാക്കൽ, അല്ലെങ്കിൽ ഭഗവാന്റെ ഉദ്ദേശം വേറെയാണ്, അല്ലെങ്കിൽ ഗുരുവിൻ്റെ ഉദ്ദേശം വേറെയാണ് എന്നൊക്കെ വിചാരിച്ച് നമ്മൾ നമ്മുടെ സ്വന്തം രീതിയിൽ ഈ ആജ്ഞ മനസ്സിലാക്കി സ്വന്തം രീതിയിൽ അത് പാലിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പതനം തന്നെ ഉണ്ടാവുള്ളൂ. ശിലാപ്രഭുവാന്റെ ആജ്ഞ മനസ്സിലാക്കാതെ, ശിലാപ്രഭുവാന്റെ ആജ്ഞ ഇംഗിതം മനസ്സിലാക്കാതെ അത് തൻ്റേതായിട്ട് രീതിയിൽ അത് ഇൻ്റർപ്രിട്ടേഷൻ നടത്തി അത് ധാരാളം ആൾക്കാർ ഇവിടെ പതിച്ച് നമുക്കറിയാം. ഇപ്പോഴും പതിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും മാറ്റമില്ലാതെ തുടർന്നുകൊണ്ടിരിക്കുകയാണത്. അപ്പോൾ അത് നമുക്ക് ഒരിക്കലും ശരിയായിട്ടുള്ള ഭക്തനായിട്ട് ഭഗവാന്റെയോ അല്ലെങ്കിൽ ഗുരുവിൻ്റെയോ അനുസരണയുള്ള ഒരു ശിഷ്യനോ അല്ലെങ്കിൽ അനുസരണയുള്ള ഭക്തനായിട്ട് നമുക്ക് ഒരിക്കലും കണക്കാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ നാഗപത്നിമാരുടെ സമീപം അല്ലെങ്കിൽ അവരുടെ ആ ചിന്താഗതി എത്ര മഹനീയമാണ്. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ മതി, നമ്മൾ ചെയ്യാൻ തയ്യാറാണ്. അപ്പോഴാണ് ശരണാഗതി, ശരിയായിട്ടുള്ള ശരണാഗതി എന്നതാണ്. എന്ത് ഭഗവാൻ പറഞ്ഞു, എന്ത് ഭസ്മിച്ച മാസ്റ്റർ പറഞ്ഞു, അത് അതേപടി അനുസരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഇത് കേട്ടപ്പോൾ കൃഷ്ണ സന്തോഷമായി. ശരിയാണ്, ഇവരിപ്പോൾ പൂർണ്ണമായിട്ടും കീഴടങ്ങിക്കഴിഞ്ഞു, സറണ്ടർ ചെയ്തു. കാളിയൻ നേരത്തെ സറണ്ടർ ചെയ്തതാണ്. നാഗപത്നിമാർക്ക് ഭഗവാനോട് തീവ്രമായ ഭക്തിയുള്ള ആൾക്കാരാണ്. പക്ഷെ ഇപ്പോൾ കാളിയനോടുള്ള ആ സ്നേഹം വന്നു തുടങ്ങി. അത് ഭഗവാന്റെ തന്നെ മേഴ്സി കൊണ്ടാണ്. ഭഗവാന്റെ കാൽപാദം ഏറ്റോട് കൂടിയിട്ട് കാളിയന് ശരിയായിട്ടുള്ള ആ ബോധം തിരിച്ചു കിട്ടി. അത് വൈഷ്ണവനെ മാറി. അപ്പോൾ നാഗപത്നിമാർക്ക് അയാളുടെ ഇഷ്ടം. അതിനൊക്കെ മുമ്പ് കൊന്നോട്ടെ, കൃഷ്ണൻ വഴി ഇല്ലാതായിക്കോട്ടെ, അത് നമുക്ക് സമാധാനമായിക്കൊള്ളണം എന്ന് വിചാരിച്ചിരുന്ന ആൾക്കാരാണ്. പക്ഷെ ഇപ്പോൾ നാഗപത്നിമാരുടെ മനസ്സ് മാറിയോടുകൂടി കൃഷ്ണനും മനസ്സിലാക്കി. അത് കൃഷ്ണൻ വളരെ സന്തോഷമായിട്ട് സമ്മതിച്ചു കൊടുക്കുകയാണ്. ശ്രീ ശുഗോവാച ഇത്തം സാ നാഗപത്നീഭിർ ഭഗവാൻ സംവിഷ്ടുതഃ മൂർച്ഛിതം ഭഗ്നശിരസാം വിസർജാംഗ്രി കുട്ടൈനഹി. Shukdev Goswami said, thus praised by Nagapatnis, the Supreme Personality of Godhead released a serpent Kaliya who had fallen unconscious, its head battered by the striking of Lord's feet. അപ്പോൾ ഇത് കേട്ട് കാളിയൻ്റെ ശിരസിൽ നിന്ന്, ഭണങ്ങളിൽ നിന്ന് കൃഷ്ണൻ ചാടി ഇറങ്ങുകയാണ്. അപ്പോൾ ഇതെല്ലാം നാഗപത്നിമാരെ സംസാരിക്കുമ്പോൾ കൃഷ്ണൻ നാളിയൻ്റെ പുറത്ത് തന്നെ താല്പര്യത്തിൽ തന്നെയാണ്. അപ്പോൾ ഇതും കൃഷ്ണനെയും താങ്ങിയിട്ടാണ് കളി നിൽക്കുന്നത്. അപ്പോൾ അത് തീരെ അവശനായി കഴിഞ്ഞു. അപ്പോൾ കാളിയൻ്റെ ഇതിനു വേണ്ടും നാഗപത്നിമാരുടെ ആ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് കൃഷ്ണൻ കാളിയൻ്റെ ശിരസിൽ നിന്ന് എടുത്ത് താഴോട്ട് ചാടി. അപ്പോൾ കാളിയനെ
ആ ഭാരത്തിൽ നിന്ന് കൃഷ്ണൻ രക്ഷിക്കുകയാണ് ചെയ്യണം. ശിരസെല്ലാം തകർന്ന്, തലകളെല്ലാം തകർന്ന്, ബോധം നഷ്ടപ്പെട്ട് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആകെ കൂടി ഇരുളടഞ്ഞ് അവശനായിട്ടുള്ള ദീനനായിട്ടുള്ള രീതിയിൽ കാളിയൻ ഇരിക്കുകയാണ്. ആ രീതിയിൽ കൃഷ്ണൻ അയാളെ കൊണ്ടുവന്നു. അപ്പോൾ അതിനുശേഷം എന്തുണ്ടായി? പ്രതിലബ്ധേന്ദ്രിയ പ്രാണകാളിയാം ശനകൈഹരിം കൃച്ഛ്രാം സമുശ്വസന്തീന കൃഷ്ണം പ്രാഹ കൃതാഞ്ജലി. ആ മോഹൻ ഞാൻ തുറന്നിട്ട് അവിടെ തുറന്ന് താഴെയുള്ള ലിഫ്റ്റിന്റെ ഭാഗത്തുള്ള ഡോറില്ലേ, ലിഫ്റ്റിന്റെ സൈഡിലേ മോഹൻ നിൽക്കുന്ന നേരെ മുമ്പിലായിരിക്കും, കാർഷിന്റെ അടുത്തുള്ള ഡോറിന്റെ അടുത്തായിരിക്കും. സൈഡിലുള്ള ഡോർ ഉണ്ടല്ലോ, നമ്മൾ ലെഫ്റ്റ് വന്നു കഴിഞ്ഞാൽ സൈഡിലെ ഡോർ ഉണ്ട്, അവിടെ ലിഫ്റ്റൊക്കെയുള്ള ഭാഗം അവിടെ തുറന്നു വെച്ചിട്ടുണ്ട്. ഭാഗം നോക്കിയാൽ മതി, ലെഫ്റ്റ് നോക്കി. Kalia slowly regained his vital force and sensory functions. Then, breathing loudly and painfully, the poor serpent addressed Lord Krishna, the Supreme Personality of Godhead, in humble submission. അപ്പോൾ കൃഷ്ണൻ താഴ്ന്നിറങ്ങിയപ്പോൾ പതുക്കെ പ്രാണൻ തിരിച്ചു വന്നു. ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനം എല്ലാം ശരിയായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോധം തിരിച്ചു വന്നു, മനസ്സിന് ബോധം തിരിച്ചു വന്നു, കണ്ണുകൾക്കെല്ലാം കാഴ്ച തിരിച്ചു കിട്ടി തുടങ്ങി, ചെവികളെല്ലാം കേട്ടു തുടങ്ങി. പതുക്കെ അതിദീനാവസ്ഥയിൽ നിന്ന് കാളിയൻ പുറത്തു വരികയാണ്. നമുക്ക് ആലോചിച്ചറിയാം, സങ്കല്പിച്ച എത്രത്തോളം ദീനമായ അവസ്ഥയാണ് കാളിയൻ്റെ എന്നുള്ളത്. നമുക്ക് ഒരു കാര്യത്തിൽ മനസ്സിലാക്കാം. നമ്മൾ അതിനേക്കാൾ മുമ്പുള്ള ഇതിൽ ധേനുകാസുരനെ വധിക്കുമ്പോൾ നമുക്ക് ധേനുകാസുരൻ വളരെ പവർഫുള്ളാണ്, അതിശക്തമാനാണെന്ന് ഗോപന്മാർ പറയുന്നു. അവനെ അടുത്തേക്ക് ഒരാൾക്കും പറ്റില്ല, അത്രയും ശക്തനാണ് എന്ന രീതിയിൽ പറഞ്ഞപ്പോൾ കൃഷ്ണൻ ബലരാമൻ എന്ത് ചെയ്തു? വളരെ ഈസി ആയിട്ട് കാലിൻ്റെ കറയ്ക്ക് വച്ചേറ്. അതിന് ഓരോ ഏറിനും കുറേയധികം അസുരന്മാരെ കൊല്ലുകയാണ് ചെയ്യണം, സിമ്പിളായിട്ട്. എന്നാൽ കാളിയനെ ആ രീതിയിലല്ല ചെയ്യണം. കാളിയനെ പതുക്കെ, കാരണം കാളിയൻ്റെ ആ വിഷം മുഴുവൻ കളയാനായിട്ട് ആ രീതിയിൽ കണ്ടമാനം ഫോഴ്സ് ഉപയോഗിക്കാണ്ട് ചവിട്ടി ആ വിഷം മുഴുവൻ പുറത്തേക്കളഞ്ഞു. അത് തീരെ അവശനായിട്ട്, ജീവൻ പോയിട്ടില്ല എന്ന് പൂർണ്ണമായിട്ട് അവശനായിരിക്കുന്നു. എന്നിട്ട് പതുക്കെ ആൾക്ക് ശ്വാസം വന്നു തുടങ്ങി, നേരിട്ട് കാണാൻ പറ്റും, ശ്വാസം വന്നു തുടങ്ങി. അപ്പോൾ പതുക്കെ ദീർഘമായ ശ്വാസം, വളരെ ശക്തമായിട്ട്, അല്ല നമുക്ക് ക്ഷീണം കൂടുമ്പോൾ വളരെ നീണ്ട ശ്വാസങ്ങൾ നമ്മൾ എടുക്കാം. ലിബേറിയസ്, അതായത് ആയാസത്തോടു കൂടിയിട്ട് വിഷമത്തോടി ശ്വാസം വലിക്കുകയാണ്. ശ്വാസം വലിച്ചു, ഇന്ദ്രിയങ്ങളെല്ലാം പ്രവർത്തിച്ചു തുടങ്ങി. എന്നിട്ട് കൈ കൂപ്പിക്കൊണ്ട് കൃഷ്ണനോട് പ്രാർത്ഥിച്ചു തുടങ്ങി. അപ്പോൾ അവിടെ കൈ കൂപ്പൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. കാരണം സാധാരണ ഭഗവാനെ നമുക്ക് നമസ്കരിച്ചിട്ട് വേണം ഭഗവാനെ സംസാരിക്കാൻ. പക്ഷേ കാളിനെ നമസ്കരിക്കാനുള്ള അവസ്ഥയല്ല, അത്രയും തകർന്നു കഴിഞ്ഞു ശരീരമെല്ലാം. അത് എനിക്ക് നിൽക്കാൻ പോലും വയ്യ. അപ്പോൾ എനിക്ക് നിൽക്കാൻ വയ്യാത്തതുകൊണ്ട് ആ ഇരിപ്പിൽ ഏത് രീതിയിലാണ് കൃഷ്ണനെ അയാളെ വിട്ടുകൊടുത്തത്, അതേപോലെ നിന്നുകൊണ്ട് കൈകൾ മാത്രം കൂപ്പിക്കൊണ്ട്, വേറെ ഒന്നും ചെയ്യാൻ വയ്യ, കൈകൾ കൂപ്പിക്കൊണ്ട് കൃഷ്ണനെ സ്തുതിച്ചു തുടങ്ങി. ഇനി അടുത്ത ശ്ലോകങ്ങളിൽ സ്തുതികൾ നമുക്ക് കേൾക്കാം. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച്. വൈഷ്ണവ